ഞാനിന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയുടെ വീഡിയോ ആണ് കേട്ടോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ മിക്കപ്പോഴും ഉണ്ടാക്കുന്ന ഒന്നാണ് ചപ്പാത്തി. അപ്പോൾ നമുക്ക് വെറൈറ്റി ആയിട്ടൊന്നും ഉണ്ടാക്കണമെന്ന് തോന്നിയാലോ, അതും കറികളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന വിധത്തിൽ. അപ്പോൾ നമ്മൾ തൈരൊക്കെ ചേർത്ത് തയ്യാറാക്കിയെടുക്കുന്ന ഒരു തൈര് പറാത്തയുടെ വീഡിയോ ആണ് കേട്ടോ ഇവിടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. നമുക്കതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ തയ്യാറാക്കി വയ്ക്കാം. ഞാനിവിടെ 2 കപ്പ് അളവിലാണ് ഗോതമ്പ് മാവ് എടുത്തിട്ടുള്ളത്. അപ്പോൾ മാവ് നമ്മൾ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള അളവിൽ നമ്മൾ മാവ് എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ 2 കപ്പ് അളവിലാണ് തയ്യാറാക്കി എടുക്കുന്നത്. പിന്നെ ചില്ലി ഫ്ലേക്സ് 1 ടേബിൾ സ്പൂൺ അളവിൽ ചില്ലി ഫ്ലേക്സ് എടുത്തിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ അളവിൽ എടുത്തിട്ടുണ്ട്. പിന്നെ ജീരകം 1 ടീസ്പൂൺ അളവിലും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ അളവിലും എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യം 3/4 കപ്പ് തൈരാണ്. അപ്പോൾ 3/4 കപ്പ് തൈരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മൾ 2 കപ്പ് ഗോതമ്പ് മാവിലേക്ക് അത് തൈരാണെങ്കിലും അതേപോലെ തന്നെ വെള്ളമാണെങ്കിലും ഏകദേശം നമുക്ക് 3/4 കപ്പ് അളവിലാണ് ആവശ്യമായിട്ട് വരിക കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ കുറച്ചെടുത്ത് വരുന്നതിനനുസരിച്ച് നെയ്യ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മളെ കയ്യിലൊന്നും അധികം ഒട്ടിപ്പിടിക്കില്ല. ആദ്യം തന്നെ നെയ്യ് ചേർത്ത് കൊടുക്കണമെന്നില്ല. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 1 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ നെയ്യ് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. പക്ഷേ നെയ്യാണ് കൂടുതൽ ടേസ്റ്റും കുറച്ചും കൂടി സോഫ്റ്റായി കിട്ടുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കുക. നല്ല സോഫ്റ്റായിട്ട് തന്നെ കുഴച്ചെടുക്കുക. പിന്നെ ഞാനൊക്കെ സാധാരണ ചപ്പാത്തിയൊക്കെ കുഴയ്ക്കുമ്പോൾ ചെറിയ ചൂടുവെള്ളത്തിലിട്ടാണ് കുഴയ്ക്കുന്നത്. അപ്പോൾ നമ്മളിതിപ്പോൾ തൈര് ചേർത്തിട്ട് കുഴയ്ക്കുന്നതായതുകൊണ്ട് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ ചൂടുവെള്ളത്തിലിട്ട് കുഴയ്ക്കുന്ന പോലെ തന്നെ നമുക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അതിപ്പോൾ നല്ല പോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനിപ്പോൾ ഇവിടെ ഇതൊരു 2 മണിക്കൂർ മൂടി വയ്ക്കുകയാണ്. ഇനി 2 മണിക്കൂറിന് ശേഷം നമുക്ക് ഓരോ ചെറിയ ഉരുളകളാക്കി എടുത്തിട്ട് നമുക്ക് ചപ്പാത്തി പലകയിൽ വെച്ചിട്ട് പരത്തിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിത് സാധാരണ റൗണ്ട് ഷേപ്പിൽ പരത്തിയെടുത്തിട്ട് ചുടണമെങ്കിൽ അങ്ങനെ ചൂടാം. ഞാനിപ്പോൾ ഇവിടെ റൗണ്ട് ഷേപ്പിലല്ല ചെയ്യുന്നത് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ സാധാരണ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഇതേപോലെ അധികം കനം കുറയ്ക്കാണ്ട് ഒന്ന് പരത്തിയെടുക്കുക. അതിന് ശേഷം നമുക്ക് 4 സൈഡും ഒന്ന് മടക്കിയെടുക്കാം. അപ്പോൾ അധികം കനം കുറച്ചിട്ട് പരത്തണ്ട. നമ്മളിത് വീണ്ടും പരത്തും. അതുകൊണ്ട് തന്നെ ഇതേപോലെ 4 സൈഡിൽ നിന്നും ഒന്ന് മടക്കിയെടുക്കുക. അപ്പോൾ നമുക്കിതേപോലെ സ്ക്വയർ പോലെ നമുക്കൊന്ന് പരത്തിയെടുക്കാൻ പറ്റും. ഇനി നമുക്ക് ഇത് വീണ്ടും ഒന്ന് പരത്തിയെടുക്കുക. കുറച്ച് പൊടി മേലിട്ട് കൊടുക്കുക. അതിനുശേഷം വീണ്ടും നമുക്ക് പരത്തിയെടുക്കാം. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ സ്ക്വയർ ഷേപ്പിൽ പരത്തിയെടുക്കാൻ പറ്റും കേട്ടോ. ഇനി നമുക്കിത് റൗണ്ട് ഷേപ്പിൽ തന്നെ പരത്തിയെടുത്ത് ചൂടണമെന്ന് വെച്ചാൽ അങ്ങനെയും ചൂടാം കേട്ടോ. അത് നമുക്ക് എങ്ങനെയാണ് ഇഷ്ടം എന്ന് വെച്ചാൽ അതുപോലെ ചൂടാം. യാതൊരു പ്രശ്നവുമില്ല. അപ്പോൾ നമുക്ക് ഇതേപോലെ സ്ക്വയർ ഷേപ്പിൽ നമുക്കിതുപോലെ എല്ലാ മാവ് കൊണ്ടും നമുക്കിതുപോലെ പരത്തി എടുക്കാം. അപ്പോൾ നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന എല്ലാ മാവും ഇതേപോലെ ചെറിയ ഉരുളകളാക്കി പരത്തിയെടുത്തതിന് ശേഷം നമ്മൾ ചുട്ടെടുത്താൽ മതി. അപ്പോൾ മുഴുവൻ പരത്തിയെടുത്തതിന് ശേഷമാണ് ഞാനിപ്പോൾ ഇവിടെ പാനൊക്കെ സ്റ്റവിൽ വെച്ചിട്ട് ചുട്ടെടുക്കാൻ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ എല്ലാ പറാത്തയും നമ്മളിപ്പോൾ ഇവിടെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു പാൻ സ്റ്റവിൽ വെക്കുക. അപ്പോൾ നമ്മൾ അയൺ കാസ്റ്റിങ്ങിൻ്റെ പാനൊക്കെ ഉണ്ടെങ്കിൽ അതാണ് കൂടുതൽ നല്ലത് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഫ്രൈ പാൻ വെച്ചിട്ടാണ് ചുട്ടെടുക്കുന്നത്. അതിനുശേഷം നമ്മൾ ഇതേപോലെ ഒരു സൈഡ് ഒന്ന് ചെറുതായിട്ട് റെഡി ആയി വരുമ്പോൾ മറിച്ചിട്ടിട്ട് ഒന്ന് ചുട്ടെടുക്കുക. അതിൻ്റെ മേലെ ലാസ്റ്റ് കുറച്ച് നെയ്യും കൂടി പരട്ടി കൊടുക്കുക കേട്ടോ. കുറച്ച് നെയ്യും കൂടി പരട്ടി കൊടുത്താൽ നമുക്ക് നല്ല ടേസ്റ്റും അതേപോലെ കുറച്ചും കൂടി നല്ല സോഫ്റ്റൊക്കെ ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നെയ്യ് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ നെയ്യ് പരട്ടി കൊടുക്കണ്ട. നെയ്യ് പരട്ടി കൊടുക്കാണ്ട് തന്നെ ഇത് നമ്മൾ തൈരിലൊക്കെ ചേർത്ത് കുഴച്ചത് കൊണ്ട് തന്നെ നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റുമാണ്. അതേപോലെ തന്നെ കുറച്ചൊരു സ്പൈസി ആയതുകൊണ്ട് തന്നെ കറികളൊന്നും ആവശ്യമില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മൾ ചപ്പാത്തിയൊക്കെ എന്നും ഉണ്ടാക്കാതെ ഇടയ്ക്ക് ഇതേപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ കണ്ടതിനും ഇതുവരെ സപ്പോർട്ട് ചെയ്തതിനും എല്ലാവർക്കും താങ്ക്സ്. നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ അതേപോലെ തന്നെ പുതിയൊരു റെസിപ്പിയിലൂടെ കാണാം. അതുവരയ്ക്കും എല്ലാവർക്കും